നമ്മളെല്ലാവരും ബാംബൂ ട്രീ കണ്ടിട്ടുണ്ടല്ലേ? ഈ മുള ചെടി നമ്മൾ കണ്ടിട്ടുണ്ട്. റീസൺലിയാണ് ഈ മുള ചെടിയെക്കുറിച്ചുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. എനിക്കത് അങ്ങ് അമേസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാവുന്നു. ഈ ബാംബൂ ട്രീ അത് കുഴിച്ച് വെച്ചാൽ അതിൻ്റെ സീഡായിരിക്കും സദല്ല കുഴിച്ച് വെച്ചാൽ ആദ്യത്തെ 5 വർഷം ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് പറയുന്നത്. ആ 5 വർഷം കഴിഞ്ഞ് 6-ാം വർഷമാണ് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങുന്നത്. ആ ചെറിയൊരു മുള പോലെ അതിങ്ങനെ വന്നിട്ട് വിതിൻ എ വീക്കിൽ 80 അടിയോളം പൊങ്ങി പോകുമെന്നാണ് അത് പറയുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ഈ ആദ്യത്തെ ഈ 4-5 വർഷക്കാലം ഇത് മേളിലൊന്നും സംഭവിക്കാതെ ഇരിക്കുമ്പം നമ്മളൊക്കെ ഒന്നും അവിടെ നടന്നില്ലെന്ന്. പക്ഷെ നടക്കുന്നതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടില്ല കേട്ടോ. അത് താഴോട്ട് വളർന്ന് ഈ 5 വർഷത്തോളം താഴോട്ട് താഴോട്ട് വളർന്നിട്ട് അതിൻ്റെ വേരെല്ലായിടത്തും അതാക്കി അതിനെ തന്നെ അത് സ്ട്രെങ്ത്ത് കൊടുക്കുക. കാരണം ഇനിയും മേളിൽ പൊങ്ങിക്കഴിയുമ്പോൾ ഒരു കാറ്റ് വന്നാൽ, കാരണം ബാംബൂ ട്രീ നമുക്കറിയാം അത് വലിയ കട്ടിയുള്ള മരം പോലെയല്ല നിൽക്കുന്നത്. ഭയങ്കര ഇങ്ങനെ കാറ്റത്തൊക്കെ ആടാം. പക്ഷെ എത്ര ആടിയാലും എന്ത് കോളിളക്കം വന്നാലും ഈ കൊടുങ്കാറ്റ് വന്നാലും ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ഇത് താഴോട്ട് അത്രത്തോളം താഴെ അതിൻ്റെ റൂട്ട് ഈ 5 വർഷക്കാലം താഴെ വളരുന്നതായിട്ട് അങ്ങനെയാണ് ഞാനത് കേട്ടത്. അപ്പം ഞാൻ ഓഫൺ നമുക്ക് ഈ ബാംബൂ ട്രീയുടെ സ്റ്റോറി നമ്മുടെ ലൈഫിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ചില കാര്യത്തിന് വർക്ക് ഹാർഡ് ചെയ്യും, ചില കാര്യത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷേ നമ്മളൊരു 1 or 2 years വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത് മടുത്തിട്ട് നമ്മൾ ഗെറ്റ് എവേ ആകും. കാരണം നമ്മളൊക്കെ ഗീവ് അപ്പ് ചെയ്യും. പക്ഷേ ഞാൻ ഓർക്കും, ഈ ബാംബൂ ട്രീയെ കുഴിച്ച് വയ്ക്കുന്ന അയാൾക്കറിയാം വാട്ട്സ് ഹാപ്പനിങ്. ഹീ വോണ്ട് ഗീവ് അപ്പ് ആ കാര്യത്തിൽ. അപ്പം നമ്മുടെ ലൈഫിലും ചില വിഷയത്തിന് വേണ്ടി ആസ് ഓഫൺ ക്രിസ്ത്യൻസ് നമ്മൾ പ്രാർത്ഥിക്കുന്നു, വെയിറ്റ് ചെയ്യും, ലുക്കിംഗ് ഫോർവേഡായിട്ട് ചില കാര്യത്തിൽ നിൽക്കുമ്പം നമുക്കതിന് റിസൾട്ട് വിതിൻ 1 or 2 years കാണാൻ പറ്റിയില്ലെങ്കിലും റിമെമ്പർ ബാംബൂ ട്രീയിൽ നിന്നും ആ വലിയ ലെസൺ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഈവൻ ദോ മേളിലൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും താഴത്തെ കാര്യം അൺസീനാണ്. താഴെ അവിടെ ഒരു കാര്യം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വിൽ കം ഔട്ട് വൺ ഡേ അത് കം ഔട്ട് ആയിക്കഴിഞ്ഞാൽ വിതിൻ എ വീക്ക് എല്ലാവർക്കും അമേസ്ഡ് ആക്കിക്കൊണ്ട് വലിയൊരു റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ജസ്റ്റ് വെയിറ്റ്, പേഷ്യൻസ്.